ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലദ്രിബിന ബിഖുമരിഹിന്ന അലാ ജുയൂബിഹിന്ന. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, സ്ത്രീകളെ, നിങ്ങളുടെ മാറിടം നിങ്ങൾ മുഖമക്കന കൊണ്ട് മറക്കണേ എന്ന് പരിശുദ്ധമാകുന്ന ഖുർആൻ. എത്രയെത്ര ചെറുപ്പക്കാരുകളാണ് തന്റെ പ്രിയപ്പെട്ടതായ അയൽവാസിയായ പ്രിയപ്പെട്ട ഉമ്മ മുറ്റമടിക്കുന്ന സമയത്ത്, തുണിയലക്കുന്ന സമയത്ത് ക്യാമറയുള്ള മൊബൈൽ ഫോൺ ജനൽ വഴി വെച്ചുകൊണ്ട് 2ാം നിലയിൽ നിന്നുകൊണ്ട് സൂം ചെയ്യുകയാണ്. ആ ഉമ്മയുടെ മാറത്തേക്ക് സൂം ചെയ്തുകൊണ്ട് പിക്ചർ എടുക്കുകയാണ്, ഫോട്ടോ എടുക്കുകയാണ്. ആ ഉമ്മ അറിയുന്നില്ല, മറയ്ക്കാത്തതിന്റെ ദൂഷ്യഫലങ്ങൾ പിന്നീട് അറിയുകയാണ്. ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് അവളെ ഭീഷണിപ്പെടുത്തുകയാണ്. വീടിന്റെ പിന്നാമ്പുറത്തല്ലെങ്കിൽ ഞാൻ പറയുന്ന പാർക്കിലോ, ഞാൻ പറയുന്ന മാളിലോ, ഞാൻ പറയുന്ന സ്ഥലത്ത് ബീച്ച് റോഡിലോ നീ കടന്നു വന്നിട്ടില്ല എങ്കിൽ ഈ ഫോട്ടോ ഞാൻ യൂട്യൂബിലിടുമേ, ഫേസ്ബുക്കിലിടുമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ടതായ പാവപ്പെട്ട ഉമ്മയെ ഭീഷണിപ്പെടുത്തുമ്പോ ആ ഭീഷണിക്ക് വശംവദരാവുകയാണ്, ശരീരം നശിപ്പിക്കാൻ പോവുകയാണ്. എത്രതാകുന്ന പെൺകൊടികളുടെ മാനം അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്രയെത്ര മംഗമാരങ്ങനെ അടിമത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത് മാറുമറയ്ക്കണേ. പല ഉമ്മമാരുമുണ്ട്, പല സ്ത്രീകളുമുണ്ട്, പർദ്ദ ധരിക്കുന്നുണ്ട് പക്ഷേ മാറുമറയ്ക്കുന്നില്ല, ചുരിദാർ ധരിക്കുന്നുണ്ട് പക്ഷേ മാറുമറയ്ക്കുന്നില്ല, തല മറയ്ക്കുന്നില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് വല്ലദ്രിബിന ബിഖുമരിഹിന്ന അലാ ജുയൂബിന്ന. നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി നിങ്ങളുടെ മുഖം മറച്ചിരിക്കുന്ന മുഖമക്കന കൊണ്ട് മാറുകൂടി മറയ്ക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ പറയും. മാറുകൂടി നിങ്ങൾ മറയ്ക്കണേ. എത്രത്തോളം ഖുർആൻ വീണ്ടും പറയുന്നു, സ്ത്രീകൾ ഇപ്പൊ കാല് പറഞ്ഞു, കാല് കാണുന്നുണ്ടെങ്കിൽ ഒരു മുഴമ്പഴ മറയ്ക്കണമെന്ന് പറഞ്ഞു, തല പറഞ്ഞു, തലയിലെ മുടി മറയ്ക്കുന്ന കോലവും പറഞ്ഞു, നെഞ്ചും പറഞ്ഞു. ഇനി പറയാനുള്ളത് മുഖം മാത്രമാണ്. മുഖം കൂടി മറയ്ക്കട്ടെ സ്ത്രീകൾ. ആര് പറയാൻ? പരിശുദ്ധ ഖുർആൻ പറയാൻ, എന്റെ വാക്യല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിന്ന. അല്ലാഹുവിന്റെ റസൂലേ, അവിടുത്തെ പ്രിയപ്പെട്ടതായ പെൺമക്കളോടും പ്രിയപ്പെട്ട ഭാര്യമാരോടും ലോകത്തുള്ള വിശ്വാസിനികളോടും അവിടുന്ന് പറഞ്ഞു കൊടുക്കണേ, പഠിപ്പിച്ചു കൊടുക്കണേ. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിന്ന. അവർ മുഖപടം താഴ്ത്തിയിടണേ, മുഖം കൂടി മറച്ചു കൊള്ളണേ എന്ന് പരിശുദ്ധ ഖുർആൻ. ذلك أدنى أن يعرفن فلا يؤذين. അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, എന്തിനു വേണ്ടിയാണ് സ്ത്രീകളോടങ്ങനെ വസ്ത്രം ധരിക്കാൻ നാം പറയുന്നത്? മുഖം കൂടി മറച്ച് നടക്കണം, അന്യപുരുഷന്മാരെ കാണാത്ത നിലയ്ക്ക് മുഖം കൂടി മറയ്ക്കണമെന്ന് വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ടാണ് കൽപ്പന പ്രകടിക്കുന്നത്? വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ് ذلك أدنى أن يعرفن فلا يؤذين. അവർ പതിവ്രതയുള്ളവളാണെന്ന്, അവൾ സൂക്ഷ്മതയുള്ളവളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണത്രേ. അവളെ ആരും തന്നെ ശല്യം ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടിയാണ് മുഖം കൂടി മറയ്ക്കണമെന്ന് അള്ളാന്റെ കലാം പറഞ്ഞതെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാന്റെ ഖുർആൻ പറയുന്നു ദാലിക അദിന അൻ യുറഫിന ഫലാ യുഅദീൻ. ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ. അതുപോലെ തന്നെ
സ്ത്രീകളുടെ ശരീരം മറ്റുള്ളവർ കാണാത്ത നിലയ്ക്ക് മറക്കണം, മുഖം കൂടി മറയ്ക്കണമെന്ന് പറയാൻ കാരണം അവർ പതിവ്രതയുള്ളവളാണെന്ന് വ്യക്തമായി തിരിച്ചറിവ് കിട്ടാൻ വേണ്ടിയാണ്. പതിവ്രതയുള്ളവളാണെന്ന് വ്യക്തമായി തിരിച്ചറിവ് കിട്ടാനാണ് അല്ലേ? അപ്പം മുഖം കൂടി മറച്ചു നടക്കുന്ന ഒരു പെണ്ണിനെ കുറിച്ച് ഖുർആൻ തന്നെ വ്യക്തമായി പറയുന്നു, അവൾ ആരായിരിക്കും? പതിവ്രതയുള്ളവളായിരിക്കും, സൂക്ഷ്മതയുള്ളവളായിരിക്കും. ജീവിതത്തിൽ തൻ്റെ ജനനേന്ദ്രിയങ്ങളെ മറ്റുള്ളവർക്ക് കാണിക്കുകയോ മറ്റുള്ളവർക്ക് ദർശിപ്പിക്കുന്ന തരത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ കാഴ്ചവെക്കാത്തവരായിരിക്കും, സ്വന്തം ഭർത്താവിൻ്റെ മുന്നിൽ മാത്രം. സ്ത്രീകൾക്ക് അവരുടെ ശരീരം മുഴുവനും കാണിക്കാൻ പറ്റും. ആരുടെ മുന്നിൽ? ആരുടെ മുന്നിൽ? ഒറ്റവാക്കി പറയാലോ, ആരുടെ മുന്നിൽ? ഭർത്താവിന്റെ മുന്നിൽ. പരിശുദ്ധ ഖുർആൻ അതും പറഞ്ഞു, യുബദീന സീനതഹുന്ന ഇല്ലാ ലിബൂലതിന്ന. ഓ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ, ഭാര്യമാരെ, ഓ പ്രിയപ്പെട്ടതാവുന്ന സഹോദരിമാരെ, നിങ്ങളുടേതാകുന്ന നഗ്നത നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുന്നിലല്ലാതെ വെളിവാക്കരുതേ, വെളിവാക്കരുതേ. എത്രയെത്ര പ്രിയപ്പെട്ട പെൺകൊടികളാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാസ ലോകത്ത് പൊരുവയിലത്ത് കാട്ടുറവിയുടെ ചാട്ടവാറടി കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് യാതനകളും നൊമ്പരങ്ങളും അറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സമ്പാദിക്കുന്നതായ സമ്പാദ്യം മുഴുവനും തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് മക്കൾക്ക് അന്നം തേടിക്കൊണ്ട് പുറപ്പെട്ടതായ പ്രിയപ്പെട്ട ഭർത്താവ് സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും ഗവൺമെന്റിന് കൊടുക്കുന്നു. അതാ ഡ്രാഫ്റ്റ് മുഖേന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആ ഭാര്യ അത് കൈപ്പറ്റാൻ വേണ്ടി കൊട്ടാരക്കരയിലേക്ക്, കൊല്ലത്തേക്ക്, തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അയച്ച ലക്ഷങ്ങൾ കൈപ്പറ്റുന്നതായ പ്രിയപ്പെട്ട പെണ്ണ് ഭർത്താവ് അറിയാതെ തന്നെ കാമുകന്റെ കൂടെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് ചെവികടിച്ച് തിന്നുന്നത് പോലെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ബീച്ച് റോഡിൽ കറങ്ങി നടക്കുന്നില്ലയോ? ആ ഭർത്താവിനെ വഞ്ചിക്കുന്നില്ലയോ? ആ ഭർത്താവ് നൽകിയ സമ്പത്തിൽ നിന്ന് റെസ്റ്റോറന്റിൽ പോയി അന്യപുരുഷന്മാരുമായി ഭുജിക്കുന്നില്ലയോ? ശരീരം നശിപ്പിക്കുന്നില്ലയോ? കാമുകനോടൊപ്പം കറങ്ങി നടക്കുന്നില്ലയോ? ഇത് അള്ളാന്റെ ദീൻ അംഗീകരിച്ചിട്ടുള്ളതല്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാ, സ്ത്രീകൾക്ക് അന്യപുരുഷന്മാരെ അങ്ങോട്ടും കാണാൻ പാടില്ലത്രേ. അള്ളാന്റെ റസൂൽ അവരുടെ ശരീരം എത്രത്തോളം സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഭർത്താവിന്റെ മുന്നിലല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ സ്ത്രീകൾ ശരീരം കാണിക്കരുതേ, കാണിക്കരുതേ. ധർമ്മബോധമുള്ള മതബോധമുള്ളതായ സ്ത്രീകളുടെ മുന്നിലല്ലാതെ സ്ത്രീകൾ നഗ്നത തുറന്ന് കാട്ടരുതേ. നല്ലൊരു ഡോക്ടറാണ്, ലേഡി ഡോക്ടർ, ആള് ഉഷാറാണ്, കുഴപ്പമില്ലാന്ന് കണ്ട ആവശ്യാനുസരണം കാണിക്കാം ശരീരത്തിന്റെ ഭാഗങ്ങൾ സ്ത്രീകൾക്ക്. ഇതുപോലെ തന്നെ പുരുഷന്മാർക്കും നല്ലൊരു ഡോക്ടറാണ്, അദ്ദേഹം ഉഷാറാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഔറത്ത് മുട്ടുപൊക്കലിനിടയിലുള്ള ഭാഗങ്ങൾ, അവിടെയുള്ള അസുഖങ്ങളാണെങ്കിൽ കാണിക്കാൻ പറ്റുന്നതാണ്. അല്ല അയാൾ മോശപ്പെട്ടതാന്ന് പറഞ്ഞാൽ കാണിക്കാൻ പറ്റുമോ? പറ്റൂല, അപ്പോഴും പറ്റൂല. ഔനിസാഇഹിന വിശുദ്ധ ഖുർആൻ പറയുന്നു, ഗർഭബോധമുള്ള സ്ത്രീകളുടെ മുന്നിലല്ലാതെ സ്ത്രീകൾ അവരുടെ നഗ്നത തുറന്നിടാൻ പാടില്ല, കാണിക്കാൻ പാടില്ല. പുതിയാപ്പിള ഒരുക്കാൻ, പുതിയ പെണ്ണിനെ ഒരുക്കാൻ പോകുന്നുണ്ട്, അകത്തിടുന്ന ഇന്നർ വെയർ മുതൽ ഇട്ടെങ്കിലേ ചിലവന്മാർ ഒരുങ്ങുള്ളൂ. കുളിച്ചിട്ട് ഇങ്ങനെ കോഴിയെ തുണി പിടിച്ചിരിക്കുന്ന പോലെ റൂമിൽ വന്ന് നിൽക്കുക. എന്തിനാ? ഞാൻ പുതിയാപ്പിളെ എന്നെ പൗഡർ ഇട്ട് ഒരുക്കണമെന്ന്. ജട്ടി പോലും ഇടാതെ ഹയവാൻ നിൽക്കാൻ. താഴത്ത് മുതൽ ഇട്ട് കൊടുക്കണം. ഇപ്പോഴത്തെ ട്രെൻഡാണ്, പുതിയ ട്രെൻഡ് വന്നിരിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മുട്ടുപൊക്കളിനിടയിൽ ഔറത്താണെന്ന് അള്ളാന്റെ റസൂൽ പറയുമ്പോ മാന്യമായവന് വസ്ത്രം ധരിക്കാൻ സ്വന്തമായിട്ട് അറിയാവുന്നവന് മറ്റുള്ളവരെ കാത്തു നിൽക്കുകയാണ്. ഒരു ജട്ടി മാത്രം ഇട്ടുണ്ടെങ്കിൽ നിൽക്കുക, പോരടാ പാൻസ് എവിടെയെന്ന് ചോദിച്ചോണ്ട് നിൽക്കുക. ഇപ്പൊ സ്ത്രീകളും ആ ഒരു സമ്പ്രദായത്തിലേക്ക് എത്തിയിരിക്കുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കും. ഉസ്താദെ, കൂട്ടുകാരികളല്ലേ? കൂട്ടുകാരികളാണെങ്കിൽ പോലും കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? മതം പറയണ്ടേ? നീ ഏത് മതത്തിന്റെ അനുയായിയാ? ഇസ്ലാം മതമാണോ? എന്നാ ഇസ്ലാം മതം പറയും, വിശുദ്ധ ഖുർആൻ പറയും, അള്ളാഹുവിന്റെ റസൂൽ പറയും. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം, നിസ്സാരമല്ല. കാരണം അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കണ്ടുവച്ചിട്ട് അത് പിന്നീട് ഫിത്ന പറഞ്ഞു നടക്കും. അതുകൊണ്ട് പിന്നീട് അത് ദൂഷ്യഫലമായി മാറും. ഇതൊക്കെ കാണിക്കുമ്പോൾ ചിന്തിക്കത്തില്ല പല ആളുകൾ. ഇതൊക്കെ ഒരു രസമായിട്ട്, ഇതൊക്കെ ഒരു ജീവിതമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണുന്നതാണ്, ഒന്നും കുഴപ്പമൊന്നുമില്ല എന്ന് കരുതുന്ന ആളുകളുണ്ട്. പുരുഷന്മാർ പുരുഷന്റെയും സ്ത്രീകൾ സ്ത്രീയുടെയും കാണാൻ പാടില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ സിദ്ദീഖയുടെ ഗുഹ്യസ്ഥാനം കണ്ടിട്ടില്ലല്ലോ.
ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു, അള്ളാന്റെ റസൂലിന്റെ ഗുഹ്യസ്ഥാനം ഞങ്ങൾ കണ്ടിട്ടില്ല, പക്ഷെ ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ചിന്തിക്ക് നിങ്ങൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോലും ഗുഹ്യസ്ഥാനം നോക്കാതെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആളുകൾക്ക് സാധ്യമാവുമോ? വളരെയേറെ പഠിക്കേണ്ട വിഷയങ്ങളാണ്, വളരെയേറെ പഠിക്കേണ്ട വിഷയങ്ങൾ. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. നഗ്നത വളരെയേറെ സൂക്ഷിക്കണം. സ്വന്തം തന്നെ മനുഷ്യൻ അവന്റെ ജനനേന്ദ്രിയം നോക്കിക്കൊണ്ടിരിക്കൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുമെന്ന് വരെ ഇമാമികൾ രേഖപ്പെടുത്തുന്നു. സ്ഥിരമായി നോക്കിക്കൊണ്ടിരുന്നാൽ കണ്ണിന്റെ കാഴ്ച വിരിമന്റെ അടിച്ചു പോകും, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചില ആളുകൾ മൂത്രമൊഴിക്കാൻ പോയാൽ പിന്നെ എണീക്കുന്നതിന് ഇങ്ങനെ നോക്കിയത് ഒന്ന് നോക്കിയെന്നെടുത്തതല്ല. ഇത് നിസ്സാരമല്ല ഞാനീ പറയുന്നത്. ഇതൊക്കെ കൊച്ചുകുട്ടികൾ ശ്രദ്ധിക്കൂല, അവസാനം പിന്നെ കണ്ണാടി ഇട്ടുകൊണ്ട് നടക്കുന്നതാണ്. ഇപ്പൊ കണ്ണാടികൾ കൂടി അല്ലേ? അള്ളാഹു കണ്ണിന്റെ കാഴ്ച അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇപ്പൊ നിസാരമല്ല ഞാനീ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഔ നിസാഇഹിന്ന, സ്ത്രീകൾ, ഗർഭബോധമുള്ള സ്ത്രീകൾ അവരുടെ മുന്നിലല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ നഗ്നത തുറന്നിടാൻ പാടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനൊരു കത്തെഴുതി ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുല്ലാഹ് ബിൻ അംറിലേക്ക്. ആ കത്ത് ഷാമിലെ ഗവർണറാകുന്ന അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹിലേക്ക് എഴുതിയ കത്താണ്. അബൂ ഉബൈദയാണ് ഷാമിലെ ഗവർണർ. ഷാമടക്കമുള്ള രാജ്യങ്ങളെ ഭരിച്ചിരുന്നതായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കത്തിൽ ഉല്ലേഖനം ചെയ്തിരിക്കുന്നത്, അതിലെഴുതിയിരിക്കുന്നത്, ഈ കത്ത് കിട്ടിയാലുടനെ ഷാമിൽ വിളംബരം ചെയ്യണേ. അല്ലാ കത്ത് തുറന്ന് വായിച്ചതായ അബൂ ഉബൈദ പൊട്ടിപ്പോയി. അബൂ ഉബൈദ ഒരു കുതിരപ്പുറത്ത് കയറി വലിയതാകുന്ന ഒരു മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് അനൗൺസ്മെന്റ് ചെയ്യുകയാണ്, ജനങ്ങളെ, വിശ്വാസികളെ, ശ്രദ്ധിക്കണേ, അമീറുൽ മുഅ്മിനീനായ കിസ്റയുടെയും കൈസറിന്റെയും കോട്ടകൊത്തകങ്ങളെ കിടുകിടാ പറപ്പിച്ചിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വാക്യമാ. മുസ്ലിം സമുദായത്തിൽപ്പെട്ടതായ പെൺകുട്ടികള് അന്യമതത്തിൽപ്പെട്ടതായ പെൺകുട്ടികളോടൊപ്പം, മോശപ്പെട്ടതായ പെൺകുട്ടികളോടൊപ്പം, വ്യഭിചാരികളായ പെൺകുട്ടികളോടൊപ്പം, മോശപ്പെട്ട സ്വഭാവമുള്ള പെൺകുട്ടികളോടൊപ്പം കുളിക്കാൻ വേണ്ടി കുളിക്കടവിലേക്ക് പോകുന്നുണ്ട്. അത് പാടില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. നാട്ടിലുള്ള ജനങ്ങൾ അത് കേട്ടത് മുതൽ അന്ന് മുതൽ നിർത്തിപ്പോയത്രേ. എന്റെ കോട്ടറക്കോണത്തുള്ള പെണ്ണുങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, നമ്മുടെ വീടിന്റെ കത്തളങ്ങളിൽ കുളിക്കുന്ന സമയത്ത് പോലും മൊബൈൽ ഫോണുകളിലുള്ള വെബ് ക്യാമറ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട്, അത് കുളിക്കുന്ന സ്ഥലത്ത് പോലും കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് കുരുത്തം കെട്ടതായ ചില കുട്ടികൾ കൊണിക്കുന്ന കുസൃതികൾ കാരണം മോശമാകുന്ന സിറ്റുവേഷനിലേക്ക് ആധുനിക ജീവിത ചുറ്റുപാടുകൾ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂലിന്റെ വാക്യം പ്രസക്തമാ. ശ്രദ്ധിക്കണേ, ശരീരം മുഴുവനും മൂടി പുതയ്ക്കണേ. അള്ളാന്റെ റസൂല് പറയുകയാണ്, ധർമ്മബോധമുള്ള പെണ്ണിന്റെ മുന്നിലല്ലാതെ ശരീരം തുറന്നിടരുതേ. ഭർത്താവിന്റെ മുന്നിലല്ലാതെ എല്ലാ അവയവങ്ങളും കാണിക്കുകയും അരുതേ. ഇന്ന് കാലഘട്ടം കണ്ട ഏറ്റവും വലിയ മുസീബത്താണ് 40 കുളി എന്നുള്ള ദുരാചാരത്തിന്റെ പേരില് പാവപ്പെട്ടതായ പെണ്ണ്, പ്രസവം കഴിഞ്ഞതായ പെണ്ണ്, ആ പ്രസവ രക്തം നിന്ന് അന്ന് മുതൽ, ഏത് സമയത്ത് നിന്നോ, ഏത് വക്കത്ത് നിന്നോ, ആ വക്കത്ത് മുതൽ നമസ്കരിക്കണമെന്ന് ഇമാമിങ്ങൾ പറയുമ്പോ പ്രസവരക്തം നിലച്ചിട്ട് പോലും ഏതോ ഒരു വയറ്റാട്ടി തള്ള പറഞ്ഞതിന്റെ പേരിൽ 70 വയസ്സെത്തിയതായ കിളവി പറഞ്ഞതാണ് ദീനോ നിങ്ങൾക്ക്. ആ പ്രിയപ്പെട്ടതായ പെണ്ണതാ നമസ്കരിക്കാതെ നിലകൊള്ളുകയാണ്. 40 ദിവസം കഴിഞ്ഞിട്ടാണ്, 40 കുളി എന്നുള്ളതായ സമ്പ്രദായം കഴിഞ്ഞിട്ടാണ് ആ പെണ്ണ് നമസ്കരിക്കാൻ തുടങ്ങുന്നത് തന്നെ. ഇത് തീർത്തും തെറ്റായ പ്രവണതയാ, പറയാതിരിക്കാൻ നിർവാഹമില്ല. 40 കുളിയുടെ പേരിൽ നാട്ടുകാരെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട് 2 ചെമ്പ് ബിരിയാണി വെച്ച് കൊടുത്തിട്ട് നാട്ടുകാർക്ക് മുഴുവനും പുജിപ്പിക്കുന്നവരെ, തീറ്റിക്കുന്നവരെ, ഇതേത് മതത്തിന്റെ വക്താക്കളാണ്? ഇതേത് മതത്തിന്റെ അനുയായികളാ? അള്ളാന്റെ റസൂൽ ഇത്തരത്തിലുള്ള ദീന് നമ്മൾക്ക് പരിചയപ്പെടുത്തിയിട്ടേ ഇല്ല. അനുനായ്മയുടെ ആലയത്തിൽ മോചനത്തിന്റെ വെള്ളിടികൾ ഉയർത്തിയിട്ട് ആ സമുദായത്തെ മുഴുവനും മാതൃകായോഗ്യമായ സമുദായമാക്കിക്കൊണ്ടുവന്ന്
നിന്ന് ലോകത്താകമാനമുള്ള മാനവികതയുടെ മനതലങ്ങളിൽ മദീനതയോടുള്ള അനുരാഗത്തിന്റെ ആത്മവല്ലരികൾ തീർത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകൻ നമുക്ക് പഠിപ്പിക്കാത്ത ചര്യയാണ്. അതുപോലെ തന്നെ അന്യരായ ഒരു പെണ്ണ്, വയറ്റാട്ടിയായ പെണ്ണ്, മുസ്ലിം മതത്തിലുള്ളതാകട്ടെ അല്ലാതാകട്ടെ, ആ പെണ്ണിന്റെ കയ്യിൽ മഞ്ഞൾ കൊടുത്തിട്ട് ശരീരത്തിൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത നിലയ്ക്ക് ശരീരം മുഴുവനും നൂലിഴ പോലും വസ്ത്രമില്ലാതെ ആ പെണ്ണിന്റെ മുന്നിൽ ഒരു നാണവുമില്ലാതെ 40 കുളിക്കാൻ വേണ്ടി ഇരുന്നു കൊടുക്കുന്നതായ ഉമ്മമാരെ, ഹറാമല്ലയോ ചെയ്യുന്നത്? അന്യരായ ഒരു പെണ്ണ് നിന്റെ ശരീരങ്ങൾ കാണുകയല്ലോ. ഗുഹ്യസ്ഥാനം മാത്രമല്ല ഉറത്ത്, ഗുഹ്യസ്ഥാനം മാത്രമല്ല നഗ്നത, നിന്റെ മാറ് നഗ്നതയാണ്, നിന്റെ ശരീരം നഗ്നതയാണ്, നിന്റെ തൊടഭാഗം നഗ്നതയാണ്, നിന്റെ കാലിന്റെ അടിഭാഗം നഗ്നതയാ, നിന്റെ നഖം പോലും നഗ്നതയാ, നിന്റെ മുടി വരെ നഗ്നതയാണെന്ന് ഹബീബ് റസൂലുള്ളാഹി. അന്യ പെണ്ണിന്റെ മുന്നിൽ ശരീരത്തിലെ വസ്ത്രമണിച്ചിട്ടുകൊണ്ട് ശരീരത്തിലേക്ക് മഞ്ഞൾ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന കോട്ടറക്കോടത്തുള്ള ഉമ്മമാരെ, ഉമ്മമാരെ, നിങ്ങൾക്ക് നാശമാണ്. അള്ളാന്റെ ദീൻ പറയാത്തതായ രീതിക്കാണ് നിങ്ങളുടെ പോക്ക്. അതുപോലെ തന്നെ പുതിയ സമ്പ്രദായം തുടങ്ങിയില്ലയോ? 9 വയസ്സെത്തുന്ന 10 വയസ്സെത്തുന്നതായ പാവപ്പെട്ട പെൺകുട്ടികളുടെ പ്രായം ലോകം മുഴുവനും പാട്ടുപാടി ഫോൺ വിളിച്ചുകൊണ്ട് വിളിച്ചു പറയുന്ന മോശപ്പെട്ട സമ്പ്രദായം മുസ്ലിം കുടുംബത്തിലേക്ക് കടന്നു വന്നില്ലയോ? എത്രയെത്ര നാടുകളിൽ അങ്ങനെയുണ്ട്. പാവപ്പെട്ടതായ പെൺകുട്ടിയുടേതാകുന്ന മാനം നഷ്ടപ്പെടുത്തുകയല്ലയോ? ആര് പറഞ്ഞാ നീ മുസ്ലിമാണെന്ന്? മുസ്ലിം നാമധാരികളെ, ചെറുപ്പക്കാരെ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. സങ്കടം കൊണ്ട് പറയുകയാണ്, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ്. എത്രയെത്ര കുടുംബങ്ങളാണ് മോശത്തരത്തിലേക്ക് പോകുന്നത്? എത്രയെത്ര മാതാപിതാക്കളാണ് തന്റെ പ്രിയപ്പെട്ടതാകുന്ന മകളുടെ രഹസ്യമായി വെക്കേണ്ടതായ പ്രായപൂർത്തി പോലും നാട്ടുകാരെ, കുടുംബക്കാരെ മുഴുവനും ഫോൺ വിളിച്ചിട്ട് 1/2 ഗ്രാം സ്വർണം കിട്ടാൻ, 1 പവന്റെ മാല കിട്ടാൻ വേണ്ടി 1 ചെമ്പ് ബിരിയാണി ഉണ്ടാക്കി കാക്കയെ കൊയ്യൊട്ടി ഭക്ഷണത്തിന് വേണ്ടി വിളിക്കുന്നത് പോലെ നാട്ടുകാരെ മുഴുവനും വിളിച്ചിട്ട് വിരുന്നൂട്ടുന്നവരെ, ഹറാമിന്റെ ഭക്ഷണം കൊടുക്കുന്നവരെ, ചിന്തിക്കണേ, ചിന്തിക്കണേ. ഗൗരവമുള്ള കാര്യമാ പറയുന്നത്. നിന്റെ പ്രിയപ്പെട്ട പെണ്ണ് അവളുടെ നഗ്നത വിളിച്ചറിയിക്കുകയല്ലയോ? അവളുടെ പ്രായപൂർത്തി അന്യരായ ചെറുപ്പക്കാര് ശ്രദ്ധിക്കാൻ നിമിത്തമായില്ലയോ? ധർമ്മബോധമുള്ള സ്ത്രീകളുടെ മുന്നിലല്ലാതെ നിങ്ങളുടെ നഗ്നത തുറന്ന് കാട്ടരുതേ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കുക. അയൽവക്കത്തുള്ള ചെറുപ്പക്കാരൻ മനസ്സിലാക്കിയിരുന്ന ആ പെണ്ണ് പ്രായപൂർത്തിയൊന്നും എത്തിയിട്ടില്ല, അവളെ ഒന്നും ഇപ്പൊ ലൈൻ അടിക്കണ്ടെന്നാ കരുതിയിരുന്നു. അപ്പോൾ ഉണ്ട് ഇതാ അപ്പായും ഉമ്മയും വിളിച്ചേക്ക്, എന്താ ഇന്ന് അവിടെ ഫുഡ് എന്താ? അതേടാ സുബൈദ ഇന്ന് പ്രായപൂർത്തി എത്തിയ, അപ്പൊ ഇവന് ലൈൻ അടിക്കാൻ ത്വരയായി. ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നേ. ആ പെണ്ണ് അതിനൊന്നും ഏജൊന്നും എത്തിയിട്ടില്ല എന്ന് കരുതി ഇവൻ വിട്ടിരുന്നതാണ്. ഈ ഉമ്മായും പാപ്പായും തന്നെ വിരുന്നിന് പോയി വിളിച്ചു, മോനെടാ പറഞ്ഞേടാ നമ്മുടെ കുട്ടിയുടെ പ്രായപൂർത്തി എത്തിയടാ. എന്നാ ഓക്കെ, പ്രായപൂർത്തി എത്തി. അടുത്ത പ്രാവശ്യം ബിരിയാണിക്ക് വേണ്ടി വിളിച്ചപ്പോൾ ഇവൻ ആ പെണ്ണുമായിട്ട് പോവുകയും ചെയ്തു. അസ്സലാമലൈക്കും. നമ്മുടെ കാലം. ആരാ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചു? ഇവിടെ അങ്ങനെ ഉണ്ടോ? ഉണ്ടോ? ആരും തലയാട്ടുന്നില്ലല്ലോ. ഞാൻ നമ്മുടെ നാട്ടിലെ കാര്യം പറഞ്ഞു, ഇവിടെ അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. നമ്മുടെ നാട്ടിലെ കാര്യം പറഞ്ഞാണ്. അവിടെ പറയാൻ പറ്റൂലല്ലോ, തല്ലുകൊള്ളൂല്ലോ അല്ലേ? കൊണ്ട് ഇവിടെ ഒന്ന് പറയുന്നു. അള്ളാഹു മാറ്റിത്തരട്ടെ, ആമീൻ. അത് ചില ഉമ്മമാര് കൊണ്ടുവന്ന ആചാരങ്ങളാണ്, അനാവശ്യമായ ചില ആചാരങ്ങൾ. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രം എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടുള്ളൂ. നമ്മൾ അള്ളാന്റെ ദീനനുസരിച്ച് ജീവിച്ച് പൈസ പറിച്ചവും തരും. ഈ സമ്പത്ത് ഈ കാണുന്ന എല്ലാവർക്കും കൊടുത്ത് എം എ യൂസുഫലിക്കും അനിൽ അംബാനിക്കും മുകേഷ് കൊടുത്താരാ? അള്ളാഹു താല തന്നെയാണ്. അള്ളാഹു താല തന്നെയാണ് ലോകം കണ്ട ഏറ്റവും വലിയ മുതലാളി ഖാറൂൻ. ഖുർആൻ പറയുന്നുണ്ട്, 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധികുംഭാരങ്ങളുടെ താക്കോൽ കൂട്ടമുണ്ടായിരുന്നു. ഈ കലവറ, നിധിയുടെ കലവറ, അതിന്റെ താക്കോൽ കൂട്ടം 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുണ്ടായിരുന്നു. ഒരു ഒട്ടകം 2 പാണ്ടിലോറിയുടെ ലോഡ് വലിക്കും. അപ്പൊ 72 ഒട്ടകങ്ങൾ വഹിക്കുന്നതായ നിധികുംഭാരങ്ങളല്ല, നിധികുംഭാരങ്ങളുടെ താക്കോൽ കൂട്ടം. അപ്പൊ എന്തുമാത്രം പണമാണ്! അല്ല, ഇത് പൈസ പൂട്ടിട്ടേക്കല്ലേ? സ്വർണ്ണക്കട്ടിയാണ്, അതിന്റെയാണ് നിധികുംഭാര. രത്നങ്ങളും പവിഴങ്ങളും അതിൻ്റെതായുന്ന താക്കോൽ കൂട്ടമാണ്. അപ്പൊ ലോകം കണ്ട ഏറ്റവും വലിയ മുതലാളി ഖാറൂൻ. ആരെ പൈസ കൊടുത്തത്? ആരാണ്? മുബറ പാപ്പ അല്ല, അള്ളാഹു താല.
അള്ളാഹു താലയോട് ചോദിച്ചെല്ലാം കിട്ടും. നമ്മൾ പിന്നെ എന്തിനീ ആവശ്യമില്ലാത്ത പണിക്ക് കിടക്കുന്നു? ഹറാമായ പ്രവർത്തനം, ഹറാമായ ഭക്ഷണം, ഇതൊക്കെ ആർക്ക് വേണം? ഇതൊക്കെ മാറ്റിയെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മുടെ വസ്ത്രം, നമ്മളുടെ ശരീരം, നമ്മളുടേതാകുന്ന മനസ്സ് എല്ലാം ശുദ്ധീകരിക്കണം, എല്ലാം ശുദ്ധീകരിക്കണം. പ്രത്യേകിച്ച് മനുഷ്യന്റെ ശരീരത്തിന്റെ വസ്ത്രം പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. നഗ്നത മറ്റുള്ളവരെ കാണിക്കാതിരിക്കട്ടെ. പല ചെറുപ്പക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറുപ്പക്കാരികളുമായിട്ട് നഗ്നത സെൽഫി എടുത്തിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കുക, ഒരു ഹോബിയാക്കി. അതൊക്കെ ഒരു നിസ്സാരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. വളരെ മോശമാണ്. ഇന്ന് സെൽഫിയാണല്ലോ ഏറ്റവും കൂടുതൽ വലിയ ചർച്ച ചെയ്യപ്പെടുന്നത്. സ്വന്തം ശരീരത്തിലേക്ക് ചെറുത്തു വെച്ചുകൊണ്ട് ക്യാമറ റാഹത്താക്കി അടിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് അതിങ്ങനെ അയച്ചു കൊടുക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ എത്രത്തോളം ശ്രദ്ധിക്കണം. ചില സ്ത്രീകളുടെ ഒരു ധാരണ, ഞാൻ നിർത്തുകയാണ്, 9:30 നിർത്തണമെന്നാണ് പറഞ്ഞത്. ബക്കത്തൂര് വേഗം നിർത്തിക്കും ഇൻഷാ അല്ലാഹ്. ഇല്ല ഇപ്പൊ അവരൊക്കെ പോകും, പിന്നെ നമ്മൾ മാത്രം ബക്കത്തൂര് വേഗം കൊടുത്തിക്കും ഇൻഷാ അല്ലാഹ്. എന്ത് ബക്കത്തൂരിന് ആളുകളില്ലേ? പള്ളിയുടെ പരിപാലക സമിതി ഇതാണോ പള്ളിയിലെ പ്രസിഡന്റ്? വേഗമായിട്ട് ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഖൈറാകട്ടെ. എല്ലാവരും കൊടുക്കും ഇൻഷാ അല്ലാഹ്. എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും കൊടുക്കും. നമുക്ക് ആകെ ഒരു പിരിവുള്ളത് എന്തിനു വേണ്ടിയാ? വേറെ കാര്യമൊന്നും പ്രത്യേകിച്ച് നീയത്തില്ല. നമ്മുടെ ഈ ലൈറ്റ് അറേഞ്ച്മെന്റും ഈ റാഹത്തായ രീതിയിൽ പള്ളി നല്ല രീതിയിൽ എനിക്ക് റാഹത്താക്കിയൊക്കെ കൊണ്ടുവച്ചു. നിങ്ങൾക്ക് ദീൻ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സദസ്സ് ഒരുക്കി. അപ്പോൾ നിങ്ങൾ തന്നെ സഹായിക്കുക. കാരണം ദീൻ പഠിപ്പിക്കാനായിട്ട് ഇത്രയും ദൂരത്തുനിന്ന് പല ഉസ്താദ്മാർ ഇവിടെ വരുന്നു. 150 കിലോമീറ്റർ 300 കിലോമീറ്റർ ഒക്കെ പല സ്ഥലത്തുള്ള ഉസ്താദ്മാർ ഇങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ ചെലവുകളുണ്ടല്ലോ ധാരാളം. പള്ളിയുടെ ഈ നടത്തിപ്പിന് വേണ്ടി മാത്രമുള്ള ചിലവാണ് മെയിനായിട്ടുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും കാര്യമായി സഹായിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ കൊടുക്കുന്ന സ്വതക്കകളെല്ലാം തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അമലായി അള്ളാഹു നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. എല്ലാവരും കൊടുക്കുക ഇൻഷാ അല്ലാഹ്. എന്താ കൊണ്ടോ അവനെ വേഗം കൊണ്ടോ. എല്ലാവരും കൊടുക്കും ഇൻഷാ അല്ലാഹ്. സഹോദരിമാരുടെ ഭാഗത്തേക്ക് വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വസ്ത്രധാരണം. ചില സ്ത്രീകളുടെ ഒരു ധാരണയുണ്ട്, പുരുഷന്മാരിലേക്ക് ഞങ്ങൾക്ക് നോക്കാം, പുരുഷന്മാർ ഞങ്ങളെയാണ് നോക്കാൻ പറ്റാത്തത്. ഇല്ലേ? അങ്ങനെ ഒരു ധാരണ ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ ആ ബക്കറ്റുരുവിനുള്ള പൈസ എടുത്ത് കൈവെക്കും, അപ്പോഴേ ശ്രദ്ധ വരും. എന്നിട്ട് അതെടുത്ത് അങ്ങോട്ട് വരുമ്പോൾ തന്നെ കൊടുക്കും. സ്ത്രീകൾക്ക് പുരുഷന്മാരിലേക്ക് നോക്കാൻ പറ്റും, പുരുഷന്മാർക്ക് സ്ത്രീകളിലേക്ക്, അന്യരാകുന്ന സ്ത്രീകളിലേക്ക് നോക്കാനാണ് പറ്റാത്തത് എന്നാണ് ചില സ്ത്രീകളുടെ ഭാഷ്യം. അവരുടെ ധാരണ ഏതാണ്? അത് കേവലം തെറ്റിദ്ധാരണ തന്നെയാണ്. അത് തെറ്റിദ്ധാരണ തന്നെയാണ്. സ്ത്രീകൾക്ക് സ്വന്തം ശരീരത്തിലെ അവയവങ്ങൾ മറ്റുള്ളവരെ കാണിക്കുന്ന രീതിയിൽ, അന്യപുരുഷന്മാരെ കാണിക്കുന്ന രീതിയിൽ വന്ന് നിൽക്കാൻ പാടില്ല. അവരുമായി സംവേദന നടത്താനും പാടില്ല, അങ്ങോട്ട് കാണാനും പാടില്ല. ഇത് പരിശുദ്ധ ഇസ്ലാം വിലക്കിയതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? പുരുഷന്മാർ, അന്യപുരുഷന്മാരെ സ്ത്രീകളെ നോക്കാൻ പാടില്ലാത്തതുപോലെ സ്ത്രീകൾക്കും ആരെ നോക്കാൻ പാടില്ല? അന്യപുരുഷന്മാരെ നോക്കാൻ പാടില്ല. നമ്മളെ പല ഉമ്മമാരും മീൻ വാങ്ങാൻ പോകുന്ന ആരാ? കമ്പളത്തിൽ പോകുന്ന ആരാണ്? മക്കളെ സ്കൂളിലോട്ട് കയറ്റിവിടാൻ ബസ് ഡ്രൈവറായിട്ട് കിന്നാരം പറയാൻ പോകുന്ന ആരാ? പാൽക്കാരൻ്റെ അടുത്ത് പോയി വർത്താനം പറയാൻ പോകുന്ന ആരാ? ആരാണ് പോകുന്നത്? പറ. വീട്ടിലുള്ള സ്ത്രീകൾ തന്നെ. അങ്ങനെ അഴിച്ചുവിടാൻ പറ്റുമോ? എന്റെ പൊന്നു ഉസ്താദ്, ഉപേഴ് ഞങ്ങൾക്ക് ഉറങ്ങണ്ടേ? നീ ഹയവാനാണ്, നീ എന്തിനാ ഉറങ്ങുന്നത്? ഉപേഴ് ഭർത്താവിന്റെ കുറെ ഡ്യൂട്ടി ഉണ്ട്, ആ ഡ്യൂട്ടി നിർവഹിക്കാതെ ഭർത്താവ് വരുന്ന ഉറങ്ങാൻ ആര് പറഞ്ഞു? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن. നബിയേ, അവിടുന്ന് അവിടുത്തെ പ്രിയപ്പെട്ടതായ സമുദായത്തിലെ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കണേ,
അവരുടെ കണ്ണുകളെ ഹറാമ കാണുന്നതിനെ തൊട്ട് ചിമ്മട്ടെ. ഹറാമ കണ്ണുകളെ ചിമ്മി അടയ്ക്കട്ടെ. ഹറാമായ വസ്തുക്കൾ കാണുന്നതിനെ തൊട്ട് കണ്ണുകളെ ചിമ്മി അടയ്ക്കട്ടെ. അവളുടെ ജനനേന്ദ്രിയങ്ങളെ അവർ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. ഹറാമായ രീതിയിൽ കണ്ണുകൾ കൊണ്ടുപോകാൻ പാടില്ല. സിനിമ കാണാൻ പാടില്ല, സീരിയൽ കാണാൻ പാടില്ല. പരിശുദ്ധമാക്കപ്പെട്ട ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സീരിയലിന്റെ ലോകത്തേക്ക് പോകാൻ പാടില്ല. സിനിമയുടെ ലോകത്തേക്ക് കണ്ണ് കൊണ്ടുപോകാൻ പാടില്ല. പാതിരാത്രി സമയത്ത് അശ്ലീലമാകുന്ന സിനിമകൾ കണ്ടുകൊണ്ട് രാത്രികളെ മോശത്തരമാക്കാൻ പാടില്ല. നമസ്കാരം കൊണ്ട് നിങ്ങൾ രാത്രികളെ ജീവസുറ്റതാക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതി പറയുകയാണ്, പ്രിയപ്പെട്ടതാകുന്ന സമുദായത്തിലെ സ്ത്രീകളോട്, പ്രിയപ്പെട്ടതാകുന്ന വിശ്വാസിനികളോട് പറയണേ, യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, കണ്ണുകളെ സൂക്ഷിക്കണേ. അന്യരായ പുരുഷന്മാരെ കാണുന്നതിനെ തൊട്ട് കണ്ണുകളെ കാക്കണേ, കാക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ. അൻ ഉമ്മി സലമത റളിയല്ലാഹു അൻഹാ അന്നഹാ ഖാലത് കുന്തു ഇൻദ റസൂലില്ലാഹ്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഞാൻ ഇരിക്കുമ്പോ വഇൻദഹു മൈമൂനത, റസൂലുള്ളാഹിയുടെ ചാരത്ത് മൈമൂന എന്ന് പറയുന്ന മറ്റൊരു ഭാര്യയും കൂടിയുണ്ട്. റസൂലുള്ളാഹിയുടെ രണ്ട് ഭാര്യമാരാണ് ഉമ്മു സലമ, മൈമൂന. ഉമ്മു സലമ, മൈമൂന റളിയല്ലാഹു അൻഹ ഒക്കെ പറഞ്ഞു. നിങ്ങൾ ആരും പഠിക്കണ്ട. സരിത കേൾക്കുമ്പോ ഒരു തക്ബീർ അല്ലേ? സഹാബിയത്തിന്റെ പേര് പറയുമ്പോ അനക്കം ഇല്ല. നമ്മുടെ അവസ്ഥ. നമ്മൾ ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുക്കണം. റസൂലുള്ളാഹിയുടെ പേര് വെക്കുമ്പോ സലാത്ത് ഇല്ല, സഹാബത്തിന്റെ പേര് വെക്കുമ്പോ റളിയല്ലാഹു അൻഹു ഇല്ല. ഈ ബഹുമാനം കൊടുക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ. വാപ്പ കടന്നു വരുമ്പോ മക്കൾ എണീക്കോളേ. ഇല്ലേ, വാപ്പ കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ള പീസൊക്കെ തിന്നിട്ട് മക്കൾ മാറി കിടക്കും. അപ്പൊ വരുമ്പോ ഒന്നുണ്ടാവില്ല, കരച്ചട്ടി വടിച്ചോണ്ട് കിടക്കുക. ഇതാ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ മക്കൾ. എന്നാ എന്റെ വാപ്പ കഴിച്ചിട്ടില്ല മോനോട്, ആ പീസിങ് മാറ്റി അതിന് മക്കളും എല്ലാം ചെയ്യുമോ? അപ്പ കഴിച്ചിട്ടില്ല, അന്നേരം ചോട്ട് ആ പീസും കൂടി കന്നാളി അപ്പ കഴിക്കുന്നു. ഇങ്ങനെ തന്നെ അങ്ങേരം തന്നെ കഴിക്കുന്നത്. കുറച്ചാളുകൂടെ കഴിയുമ്പോൾ പോകാനുള്ളത്. ഇതാണ് നമ്മുടെ മക്കൾ. എന്താ കാര്യം? വാപ്പ ബഹുമാനിക്കേണ്ടവർ ബഹുമാനിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ മക്കൾ ബഹുമാനിക്കും? ഇതൊക്കെ വളരെ വേദനയോടെ പറയുകയാണ്. നമ്മൾ അതുകൊണ്ട് ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുക്കണം. നമ്മുടെ പൂർവികർ ചെയ്തത് അതാണ്. വാപ്പയെ കാണുമ്പോൾ മക്കൾ എണീറ്റ് നിൽക്കട്ടെ. വാപ്പ കഴിക്കുന്നതിന് മുമ്പ് മക്കൾ കഴിക്കാതിരിക്കട്ടെ. വാപ്പയോടൊപ്പം ഭക്ഷണം കഴിക്കട്ടെ. വാപ്പ വിളിക്കാണ്, മോനെ ഇവിടെ വന്നിരിക്കൂ. അങ്ങനെ കുടുംബാദികൾ ഒന്നിച്ച് ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ വായിലേക്ക് ഒരു പിടി ഭക്ഷണം വാരി കൊടുക്കുന്ന ഒരു ഭർത്താവ് നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ടുണ്ടോ? നമ്മുടെ വാപ്പയമ്മ അങ്ങനെ ചെയ്യുന്നതായിട്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനെന്താ മടി കാണിക്കുന്നത്? ഭക്ഷണം നടുറോഡിൽ നിന്ന് കൊടുക്കാനല്ല പറയുന്നത്. നടുറോഡി വെച്ച് ചുംബനം കൊടുക്കാൻ ഇവിടെ ആരും പറയുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയ്ക്ക്, പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഒരു പിടി ഉരുള വാപ്പ വാരി കൊടുക്കുന്നു, ഉമ്മ തിരിച്ചിങ്ങോട്ട് കൊടുക്കുന്നു. എന്ത് രസമായിരിക്കും! മക്കളത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് അവരുടെ ജീവിതം സന്തുഷ്ടമാകട്ടെ. സന്തോഷകരമല്ലേ അതൊക്കെ? ഇത് കണ്ടതെപ്പോഴാണ്? വാപ്പ ചീത്ത വിളിക്കുന്നത്, തെറി വിളിക്കുന്നത് കറക്റ്റ് മക്കൾ കണ്ടിട്ടുണ്ട്. വേറൊന്നും കണ്ടിട്ടില്ല. മക്കൾ കണ്ടത് അതാണ് കറക്റ്റായിട്ട്. വാപ്പ കരണക്കുറ്റി നോക്കി അടിക്കുന്നത് ശരിക്കും മകൻ കണ്ടേ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ബഹുമാനം കൊടുക്കേണ്ടവർക്ക് കൊടുത്തോളി നിങ്ങൾ. عن أم سلمة رضي الله عنها أنها قالت അള്ളാന്റെ റസൂലിന്റെ ഭാര്യയാകുന്ന ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാ, ഞാൻ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ ഇരിക്കുമ്പോ വൈന്ദഹു മൈമൂന, റസൂലുള്ളാഹിയുടെ ചാരത്ത് മറ്റൊരു ഭാര്യയാകുന്ന മൈമൂന ബീബിയുമുണ്ട്. ഞങ്ങൾ രണ്ടാളുകളും അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് നിൽക്കുകയാണ്.
അപ്പോഴാണ് കടന്നു വരുന്നത് ഫഅഖബല ഇബ്നു ഉമ്മി മക്തൂം, കണ്ണ് കാണാത്ത അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം അവിടേക്ക് കടന്നു വന്നുപോയി. ഫഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോടായി പറഞ്ഞു, യഹ്തജിബാ മിൻഹു ഉമ്മു സലമ മൈമൂന, നിങ്ങൾ രണ്ടാളുകളും എത്രയും പെട്ടെന്ന് അകത്തേക്ക് മറഞ്ഞു നിൽക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉടനെ തന്നെ ഉമ്മു സലമ ബീവിയും മൈമൂന ബീവിയും അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, നബിയേ എന്തിനാണ് ഞങ്ങൾ മറഞ്ഞു നിൽക്കേണ്ടത് നബിയേ? അലൈസ ഹുവ അമാ ലാ യുബസിറുനാ വലാ യഅരിഫുനാ. അല്ലാഹുവിന്റെ റസൂലേ ആ കടന്നു വരുന്നതായ ഇബ്നു ഉമ്മി മക്തൂം കണ്ണ് കാണാത്ത മനുഷ്യനല്ലയോ, അന്ധനായ വ്യക്തിയല്ലയോ? ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ആ മനുഷ്യൻ വന്നുകൊണ്ട് അവിടുത്തെ ആവശ്യം പൂർത്തീകരിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ആ മനുഷ്യൻ ഞങ്ങളെ കാണുകയില്ലല്ലോ. ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ, കണ്ണ് കാണാത്ത മനുഷ്യനല്ലയോ? ആ മനുഷ്യൻ ഞങ്ങളെ എങ്ങനെ കാണാനാണ്, ഞങ്ങളെ എങ്ങനെ തിരിച്ചറിയാനാണെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാര് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് തിരിച്ചു ചോദിക്കുകയാണ്, മറുപടി കൊടുക്കുന്നത് ഒരു ചോദ്യത്തിലൂടെയാ. എന്റെ ശബ്ദം ശ്രവിക്കുന്നതായ കോട്ടറക്കോണത്തുള്ള നിവാസികളെ, വിശ്വാസികളെ, ഉപ്പമാരെ, ഓ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരോട് വീടിന്റെ ഉമ്മറത്ത് വന്നിരുന്നു കൊണ്ട് അന്യരായ വ്യക്തികളോട് സംസാരിക്കാനും കൊഞ്ചിക്കൊള്ളാനും താല്പര്യപ്പെടുന്നതായ പെണ്ണുങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത്. റസൂലുള്ള തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് പറയുകയാണ്, കണ്ണ് കാണാത്ത അന്ധനായ മനുഷ്യൻ കടന്നു വന്നപ്പോ വീടിനകത്തേക്ക് പോകുക എന്ന് പറഞ്ഞ എന്നോട് ആ മനുഷ്യൻ ഞങ്ങളെ കാണുകയില്ലല്ലോ, ഞങ്ങളെ തിരിച്ചറിയുകയില്ലല്ലോ എന്ന് ചോദിച്ച നിങ്ങളോട് എനിക്ക് ചോദിക്കാനുണ്ട് ഉമ്മു സലമ, എനിക്ക് ചോദിക്കാനുണ്ട് മൈമൂന. അഫം യാവാനി അൻതുമാ അലസ്തുമാ തുബ്സിറാനിഹി. ഉമ്മു സലമ, മൈമൂന, നിങ്ങൾ രണ്ടാളുകളെയും ആ കണ്ണ് കാണാത്ത മനുഷ്യൻ കാണുന്നില്ലെങ്കിലും നിങ്ങൾ അങ്ങോട്ട് കാണുകയില്ലയോ? നിങ്ങളുടെ രണ്ടാളുകളുടെയും കണ്ണിന് അന്ധത ബാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് അകത്തേക്ക് പോകണേ. ഇഹ്തജിബാ മിൻഹു, വാചകമടിക്കാതെ അകത്ത് പോയി മറഞ്ഞു നിൽക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മീൻകാരം വരുമ്പോഴും പാൽക്കാരം വരുമ്പോഴും എന്തിനേറെ പറയുന്നു, റോഡിന്റെ മുന്നിലൂടെ അയൽവക്കത്തുള്ളവർ ചെറുപ്പക്കാരൻ നടക്കുമ്പോൾ, സിസ്പായ്ക്കുള്ള ചെറുപ്പക്കാരൻ നടക്കുമ്പോൾ അവന്റെ മുന്നിൽ വന്നുകൊണ്ട് കൊഞ്ചിക്കൊള്ളുക താല്പര്യപ്പെടുന്ന ഉമ്മമാരില്ലയോ, താല്പര്യപ്പെടുന്ന പെണ്ണുങ്ങളില്ലയോ? ആ ബന്ധം പിന്നീട് കൂടുതലാവുകയല്ലോ, പിന്നീട് വഷളാവുകയല്ലയോ? പ്ലസ് ടുവിന് പഠിക്കുന്നതായ മകന്റെ കൂട്ടുകാരനോടൊപ്പം ഒളിച്ചോടിയ മുസ്ലിം അംഗമാര് ഈ കേരള ദേശത്തില്ലയോ? 35കാരിയായ പെണ്ണ്, 40 വയസ്സുള്ളതായ ഉമ്മ, 43 വയസ്സുള്ളതായ തള്ള, അവരൊക്കെയും തന്നെ ഒളിച്ചോടിയില്ലയോ? അതുകൊണ്ട് ഭയപ്പെടണേ, അതുകൊണ്ട് ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരെ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ഗൗരവമുള്ള വിഷയമായി മനസ്സിലാക്കണേ. അഴിഞ്ഞാടാൻ വേണ്ടി നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിടരുതേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നി ലഉബഗിദുൽ മർആ, ഒരു പെണ്ണിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യമാ. ആരാണ് പറയുന്നത് സഹോദരാ? ആരാണ് പഠിപ്പിക്കുന്നത് സഹോദരാ? അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനക കൊട്ടാരമായിട്ട് തിരുസവിധത്തിൽ
ഉമ്മത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ എന്ന മാലാഖ വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്ത് വരാനിരിക്കുന്ന മാനവരാശികൾക്ക് മുഴുവനും മാർഗദർശനം കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്യമാ ഇന്നി ലഉബഗിദുൽ മർആ, ഒരു പെണ്ണിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യമാ. ഏത് പെണ്ണാണ് സഹോദരങ്ങള്? ഏത് പെണ്ണെന്നറിയുമോ ഉമ്മമാരെ? തഖ്റുജു മിൻ ബൈതിഹാ, അവൾ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ അനുമതിയില്ലാതെ ഇറങ്ങുന്നവളാണ്. പർച്ചേസ് എന്ന പേരിൽ ഇറങ്ങുന്നവളാണ്. അതേ വിവാഹ സൽക്കാരത്തിന്റെ പർച്ചേസ് എന്ന പേരിൽ അവൾ ചാടി ഇറങ്ങി വീട്ടിൽ നിന്ന് അന്യരാകുന്ന ചെറുപ്പക്കാരോടൊപ്പമോ വിവാഹബന്ധം നിഷിദ്ധമാകാത്ത വ്യക്തികളോടൊപ്പമോ ഇറങ്ങി പുറപ്പെടുന്നവളാണ്. അവളുടെ തുണിയുടെ കോന്തല് നിലത്തൂടി വലിച്ചെളിച്ചുകൊണ്ട് നടക്കുന്നവളാണ്. അഥവാ അവൾ പോകാത്ത വഴികളില്ല, അവൾ നിൽക്കാത്ത ഊടുവഴികളില്ല, അവൾ സഞ്ചരിക്കാത്ത പാതയങ്ങളില്ല, അവൾ പോകാത്തതായ സ്ഥലങ്ങളില്ല, അവൾ പോകാത്തതായ ഷോപ്പിംഗ് മാളുകളില്ല. എല്ലാ ഷോപ്പിംഗ് മാളുകളിലും കറങ്ങി നടന്നുകൊണ്ട്